എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ഡോണാനിൽ. ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് മൈൻഡ് പവർ ട്രെയിനർ. അപ്പം ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടിരിക്കാം കേട്ടോ എന്നതിനെ പറ്റിയാണ്. അപ്പം ഞാൻ നിങ്ങൾ ചിരിക്കത്തില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം കേട്ടോ. ഞാൻ ഫസ്റ്റ് ഈ പോസിറ്റീവും ഈ നെഗറ്റീവും ഒക്കെ കേൾക്കുന്ന സമയത്ത് എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പോസിറ്റീവ് മൈനസ് എന്ന് പറഞ്ഞാൽ ഇത് എന്നതാ ഈ പോസിറ്റീവ് മൈനസ് എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ഇരുന്നിട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എൻ്റെ അച്ഛന് പണ്ടൊരു ലൈറ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടായിരുന്നു, ഒരു നീളമുള്ള ഒരു സിൽവർ കളറിന്റെ ഒരു ലൈറ്റ്, ഒരു 3 ബാറ്ററി ഇടുന്ന ഒരു വലിയ ലൈറ്റ്. ഇത് എൻ്റെ അച്ഛനുണ്ടായിരുന്നു. അപ്പം ഇത് ഈ ലൈറ്റ് കത്താതെ വരുമ്പോഴത്തേന് അച്ഛൻ ഞങ്ങളോട് പറയും അത് ഊരിയിട്ട് വേറെ ബാറ്ററി നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പം അച്ഛന് പറ്റത്തില്ല, അച്ഛൻ കൈയൊക്കെ വിറയ്ക്കുന്ന സമയത്ത് അപ്പം ഞാനാണ് ഇതെല്ലാം സംഭവം ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഞാനത് ഊരിയിട്ട് അത് ഇടുന്ന സമയത്ത് ഇതിങ്ങനെ എടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു സൈഡിൽ പ്ലസും കാണും, ഒരു സൈഡിൽ മൈനസും കാണും. അപ്പൊ എന്റെ തലയിൽ ഫുൾ അതായിരിക്കുന്നത്. അപ്പൊ ഞാൻ ഓർത്ത് ജീവിതത്തിൽ ബാറ്ററിയിൽ പ്ലസും മൈനസും കണ്ടിട്ടുണ്ട്, ഈ ജീവിതത്തിൽ എവിടെയാണ് ഈ പ്ലസും മൈനസും എന്ന് എനിക്കറിയത്തില്ല. സത്യമായിട്ട് എനിക്കറിയത്തില്ലാത്ത കാര്യമായിരുന്നു കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ലോയിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കേണ്ട പ്രാധാന്യത്തെ പറ്റിയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോസിറ്റീവായിട്ട് ഇരുന്നാൽ നമ്മൾക്ക് ചുറ്റും പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടും. അതേസമയം നമ്മൾ നെഗറ്റീവായിട്ട് ഇരുന്നാലോ നമ്മുടെ ജീവിതത്തിന് ചുറ്റും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിലേക്ക് ആകർഷിക്കത്തുള്ളൂ. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇത് എന്റെ എക്സാമ്പിൾ അല്ല കേട്ടോ, ഞാൻ എന്റെ മാസ്റ്റേഴ്സ് പറഞ്ഞു കേട്ടിട്ടുള്ള എക്സാമ്പിളാണ്. അപ്പം അവര് നമുക്ക് പറഞ്ഞു തന്ന രീതി വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടില് വലിയൊരു പൂന്തോട്ടം അല്ലെങ്കിൽ നല്ലൊരു പൂന്തോട്ടം നമ്മൾ വെച്ചു പിടിപ്പിക്കുകയാണ്. അപ്പം നല്ല പൂന്തോട്ടം, അതിൻ്റെ അകത്ത് മുല്ലപ്പൂവും റോസപ്പൂവും താമരപ്പൂവും അങ്ങനെയുള്ള പല പൂക്കളെല്ലാം കൂടെ വെച്ചു പിടിപ്പിച്ച് നല്ലൊരു പൂന്തോട്ടം. ഈ പൂന്തോട്ടത്തിലേക്ക് ആകർഷിച്ചു വരുന്ന ജീവികൾ എന്തൊക്കെയാണ്? നല്ല പൂമ്പാറ്റകള്, കുഞ്ഞിക്കിളികള്, പിന്നെ തുമ്പികള്, അല്ലെ? ഈ തേൻ കുടിക്കാൻ പറ്റുന്ന നല്ല നല്ല ജീവികള്, പൂമ്പാറ്റകളൊക്കെ എന്ത് രസം അതിനൊക്കെ കാണാൻ. അതുങ്ങളൊക്കെയാണ് വന്നിരിക്കണത്. അപ്പം അതേസമയം നേരെ മറിച്ച് നമ്മുടെ വീട്ടില് മുമ്പില് വലിയൊരു വേസ്റ്റ് എല്ലാം കൊണ്ടുപോയിടുന്ന ഒരു ഡസ്റ്റ്ബിൻ നമ്മൾ കൊണ്ടുവച്ചേക്കാണ്. അല്ലെങ്കിൽ അവിടെയാണ് നമ്മൾ ഫുള്ള് കൊണ്ടുപോയിടുന്നത് ഈ എല്ലാ വേസ്റ്റുകളും. ഈ നമ്മുടെ മീനിന്റെ വേസ്റ്റും ചിക്കന്റെ വേസ്റ്റും നമ്മുടെ വീട്ടിലുള്ള എല്ലാ വേസ്റ്റും നമ്മൾ അവിടെ കൊണ്ടിടും. അപ്പൊ അവിടേക്ക് വരുന്ന ജീവികൾ എന്തൊക്കെയാണ്? പാറ്റ, പുഴു, പഴുതാര, അല്ലെ? ഉള്ള ക്ഷുദ്രജീവികളെല്ലാം അവിടേക്ക് ആകർഷിച്ചു വരും. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. നമ്മുടെ മൈൻഡിന് നമ്മൾ എപ്പോഴും നല്ല ഒരു പോസിറ്റീവ് വൈബ് ഇരിക്കണം. ഇപ്പൊ നമ്മുടെ പോസിറ്റീവായിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് വരുന്നവർക്ക് ആ വൈബ് കിട്ടും, അല്ലെ? അതേസമയം നെഗറ്റീവായിട്ട് ഇരിക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ പോയാലോ, അയ്യോ ദാരിദ്ര്യം, ഭയങ്കര ദാരിദ്ര്യം, കഷ്ടപ്പാടും ദുരിതവും മാത്രമേ അവരുടെ വായിന്ന് വരുള്ളൂ. നമ്മളിതെല്ലാം കേട്ട് നമ്മളും അതേ രീതിയിൽ ഇങ്ങനെ ഇരിക്കും, അല്ലെ? അവരെന്താ പറയണത്? അതേപോലെ തന്നെ നമ്മളുടെ അടുത്ത് വേറെ ചിലർ വരും, അവരുടെ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ പറഞ്ഞുകൊണ്ട് വരും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ പാവങ്ങളാണല്ലോ, ആരും ഇല്ല കേൾക്കാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കര കാര്യത്തിൽ ആണോ അതെയോ എന്തൊക്കെ പറയാം, നമ്മൾ ഭയങ്കര കാര്യമായിട്ട് നമ്മളും കേട്ട് ഇതായിട്ടിരിക്കും. നമ്മൾ അങ്ങനെയുള്ളവര് കേൾക്കണ്ടെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ. അവരെ അങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കാൻ നിൽക്കണ്ട. നമ്മൾ അപ്പോഴത്തേനും അവരെ മെല്ലെ പറഞ്ഞു വിടുവല്ല, അവരെ ആ നെഗറ്റീവിൽ നിന്ന് നമ്മൾ പോസിറ്റീവിലേക്ക്, അതായത് അവരോട് തമാശ പറയും, അവരെ ഈ കാര്യത്തിൽ നിന്നെല്ലാം അവരെ മാറ്റിവിടണം. അവർ വന്ന കാര്യം അവർ വിചാരിക്കണം, അല്ല ഇപ്പൊ ഞാനിപ്പോ എന്തിനാ വന്നേ എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കണം. ആ രീതിയിൽ നമ്മൾ അവരെ മാറ്റണം. നമ്മൾ നെഗറ്റീവ് കേൾക്കാൻ നിന്ന് കൊടുക്കണ്ട എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം വെച്ചാൽ നെഗറ്റീവ് കേട്ട് കഴിഞ്ഞാൽ അതാണല്ലോ നമ്മളിലേക്ക് വരുന്നത്, ആകർഷിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് കേൾക്കാൻ നിൽക്കണ്ട. അതേസമയം അവരൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ്, ഒരു സന്തോഷമുള്ള ഒരു കാര്യമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളത് അവരെ വിട്ട്, അതായത് അവരുടെ കൂടെ നിങ്ങൾ സന്തോഷിക്കാൻ ശ്രമിക്കണം കേട്ടോ. അവര് നല്ലൊരു സന്തോഷമുള്ള കാര്യം കൊണ്ടുവന്ന അപ്പൊ അല്ല ഉള്ളിൽ കുശുമ്പ് വെച്ചുകൊണ്ട് ആണോ ഇങ്ങനെ പുറമെ ഇങ്ങനെ ചിരിച്ച്, അങ്ങനെയല്ല, നല്ല ഉള്ളിൽ നിന്ന് തന്നെ അവരോടൊപ്പം നമ്മൾ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പിന്നെ ചിലരുണ്ട്, എപ്പം നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയാണ്, നമ്മൾ നല്ല കാര്യങ്ങൾ കേൾക്കാൻ നമ്മൾക്ക് ഒരു നല്ലൊരു ഹാപ്പിനെസ് മൊമെന്റ് നമ്മൾ ഷെയർ ചെയ്യുവാണെങ്കിൽ എല്ലാവരും അത്രയ്ക്ക് അങ്ങോട്ട് ദഹിക്കുകയല്ല. കാരണം വെച്ചാൽ നമ്മൾ അങ്ങനെയാണ്,
അതേസമയം നമുക്കൊരു ബുദ്ധിമുട്ടോ നമുക്കൊരു കഷ്ടപ്പാടോ നമുക്കൊരു ഒരു ദുരിതമോ അല്ലെങ്കിൽ ഒരു ദുരന്തമോ ഒക്കെ പറയുവാണെങ്കിൽ ഭയങ്കര സന്തോഷം എല്ലാവർക്കും ഭയങ്കര കേൾക്കാൻ അല്ലേ. അവർ നമ്മുടെ ഒരു കൂടത്തിൽ നിന്ന് കേൾക്കും, ഭയങ്കരമായിട്ട് കേട്ട് ഭയങ്കര നല്ല മുഖത്ത് മുമ്പിൽ നല്ല ഇതായിട്ട് ഇരുന്നാലും ഉള്ളിൽ നന്നായിട്ട് ചിരിക്കുന്നതാണ്. നിനക്ക് അങ്ങനെ തന്നെ വേണോടി, നിനക്ക് അങ്ങനെ തന്നെ വേണമെന്ന് ഉള്ളിൽ പറയുന്നുണ്ടായിരിക്കും, അത് നമ്മൾ കാണുന്നില്ല. ഓക്കെ. അപ്പം വേറൊരു കാര്യം പറഞ്ഞാൽ അത് പോട്ടെ. അപ്പം പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ പോസിറ്റീവായിട്ട് ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഹെൽത്ത്, വെൽത്ത്, കരിയർ ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പോസിറ്റീവായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ നമ്മുടെ ഹെൽത്ത്, വെൽത്ത്, കരിയറും ഒക്കെ അവിടെ എല്ലാം നമുക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് കാണാൻ പറ്റും ഈ പല പല മേഖലകളിൽ. ഓക്കെ. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ നമുക്ക് 2 തരം മൈൻഡ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും. ഈ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ ചെയ്യുന്ന നിലവിലുള്ള കാര്യങ്ങളൊക്കെ ഈ കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ചിട്ടാണ്. ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അപാര സംഭവമാണ് കേട്ടോ. അതിനുള്ള കഴിവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ ചിന്തിക്കുന്നേക്കാളും അപ്പുറമാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ എന്ന് പറയുന്നത്. ഒരു കടല് പോലെയാണ്. നമ്മളിപ്പോ ഫസ്റ്റ് ഒരു കടല് കാണുവാണെങ്കിൽ തന്നെ ഒരു നീല കടൽ അല്ലെ, പക്ഷെ അതിന്റെ അടിയിലോട്ടാണ് അതിന്റെ നിഗൂഢതകളെല്ലാം ഒളിഞ്ഞിരിക്കുന്നത് അല്ലെ. അതിന്റെ അടിയിലേക്ക് പോകുമ്പോഴാണ് ഈ കടലിന്റെ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. അതെ, സബ് കോൺഷ്യസ് മൈൻഡ് ശരിയാ. അപ്പം നമ്മള് വൈകുന്നേരം അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം രാത്രിയിൽ നമ്മൾ കിടക്കാൻ പോകുമ്പോൾ നമ്മൾ തന്നെ ഈ ലോകത്തുള്ള എല്ലാ ചിന്തകളും നമ്മുടെ തലയിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ പോയി കിടക്കുന്നത് അല്ലേ. എല്ലാം കാണും, ലോകത്തുള്ള എല്ലാവരുടെയും വിഷയം, എല്ലാവരുടെയും പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ഈ തലയിലാണല്ലോ നമ്മൾ ചുമക്കുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം ഭാരത്താലാണ് നമ്മൾ പോയി കിടന്നുറങ്ങുന്നത്. എന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതിന്റെ തന്നെ റിപ്പീറ്റേഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ യൂണിവേഴ്സ് ഉണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഭയങ്കര സൂക്ഷ്മമായിട്ട് ഇങ്ങനെ ലിസൺ ചെയ്യുന്ന പറയണം. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പറയണം. നമ്മുടെ തോട്ടുകൾ ഏത് രീതിയിൽ പോകുന്നു അത് തന്നെ നമുക്ക് റിപ്പീറ്റേഷൻ തന്നുകൊണ്ടിരിക്കും അവര്. അതായത് നമ്മൾ നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് നമുക്ക് നല്ല കാര്യങ്ങൾ തന്നെ നമ്മളിലേക്ക് എത്തും. അതേസമയം നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചു കൊടുക്കുന്നതെങ്കിൽ അത് തന്നെ നമ്മളിലേക്ക് അതിനേക്കാൾ 100 ഇരട്ടി സ്പീഡിൽ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ വേണ്ട കാര്യങ്ങൾ നമുക്കറിയാലോ. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, ഇതിനൊക്കെ എല്ലാത്തിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം 24 മണിക്കൂർ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. നമ്മൾ ഈ കുഞ്ഞു പിള്ളേരില്ലേ, ഒരു 4 മാസം 3 മാസം ഇത് ഇങ്ങനെ കിടക്കുന്ന പ്രായത്തിലുള്ള കുഞ്ഞു പിള്ളേരില്ലേ, കുഞ്ഞു വാവകള്, അവരെന്നാ ചെയ്യുന്നത്? അവർ നല്ലതായിട്ട് കൈയും കാലും ഒക്കെ ഇട്ട് ഭയങ്കരമായിട്ട് നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കും അല്ലെ. അവർക്ക് അവരുടെ അപ്പ ആരാ, അമ്മ ആരാ, അല്ലെങ്കിൽ അവരുടെ നാടേതാ, അവരുടെ വീട് ഏതാ, അല്ലെങ്കിൽ അവരുടെ ഭാഷ ഏതാ, അവരുടെ ജാതി ഏതാ ഒന്നും അറിയില്ല അല്ലെ. എത്ര ഹാപ്പി ആയിട്ടായിരിക്കണേന്ന് നോക്കിയാൽ കുഞ്ഞു പിള്ളേർ, കുഞ്ഞു വാവകള് അല്ലെ. അതേസമയം നമ്മളാണെങ്കിലോ എന്റെ പൊന്നോ നമുക്കില്ലാത്ത കാര്യങ്ങളൊന്നും, നമ്മൾ എപ്പോഴും ആ കുഞ്ഞുങ്ങളുടെ ആ മൈൻഡ് സെറ്റിലോട്ട് വരണം. അപ്പൊ നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. നമുക്ക് കാര്യങ്ങളുണ്ട്, അതായത് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ അടുത്തുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ അത് വന്നു പോട്ടെ, അതിന്റെ പുറകെ നമ്മൾ പോകാതിരിക്കുക കേട്ടോ. അപ്പം എല്ലാവരും ജീവിതത്തിൽ നല്ല പോസിറ്റീവായിട്ടിരിക്കുക, നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ മാത്രം പറയുക കേട്ടോ.